الرحيم في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം യഥാവിധി പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ, വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു പ്രത്യേക കാലമാണ് ഒരു 52-53 വയസ്സ് കാലഘട്ടം. നമ്മളൊക്കെ കേട്ട നമുക്ക് പരിചയമുള്ള ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം വിഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കെ അല്പ സങ്കടമുണ്ട്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയതമ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, ഹൽ അതാ അലൈക യൗം കാന അശദ്ദു മിൻഹും യൗമുൻ മിൻ ഉഹദ്? ഉഹദിനേക്കാളും നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള വല്ല അനുഭവങ്ങളോ ദിവസങ്ങളോ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപാടെ നബി ഒന്നങ്ങട് നെടുവീർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഉണ്ട്, എന്റെ ജീവിതത്തിലെ ത്വായിഫ് യാത്രയായിരുന്നു അത്. എന്റെ ഉമ്മാന്റെ നാടാണ് ത്വായിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തെടുക്കുകയാണ്, ഉപ്പ അബൂ ത്വാലിബും പ്രിയതമ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. സത്യത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്റെ ഭൗതികമായ താങ്ങും തണലും അവരായിരുന്നു. ഖദീജ ബീവി ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് താങ്ങാൻ സാധിച്ചിരുന്നില്ല. ഖദീജയില്ലാത്തൊരു വീട് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വളർത്തു മകൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിക്കുകയാണ്, മോനെ, മക്കയിൽ നമുക്ക് നിൽക്കാൻ വയ്യ, ഖദീജ ഇല്ലാത്ത വീട്ടിൽക്കൊട്ട് പോകാനും കഴിയില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനം ആ ചർച്ച എത്തി നിൽക്കുന്നത്, റസൂലെ, നമുക്ക് ത്വായിഫിലേക്ക് പോയാൽ. റസൂല് പറയുക, എന്റെ ഉമ്മന്റെ നാടാണ്, എന്റെ പോറ്റുമ്മ ഹലീമ ബീവിയുടെ വീട് അവിടെയാണ്, അവരെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കാതിരിക്കില്ല, ആരും അറിയാതെ, ഒറ്റവാക്കി ആരും അറിയാതെ, വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം അറിഞ്ഞുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ത്വായിഫിലേക്ക് യാത്രയാവുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവിടെ എത്തി. പക്ഷേ ഈ വിവരം ഖുറൈശികൾ ആരോ ചോർത്തിക്കൊടുത്ത് ത്വായിഫുകാരെ അറിഞ്ഞിരുന്നു. അവരാളുകളെ കൂട്ടിയിട്ടുണ്ട്, ചട്ടം കെട്ടി നിൽക്കാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല. നേരെ പോയത് ഉമ്മയുടെ അടുത്ത ബന്ധുക്കളായ സഖീഫ് ഗോത്രക്കാരുടെ അടുക്കലേക്കാണ്. അറബികൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ചില ശൈലി കൊണ്ടാണ് നബിയെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും അവർ സ്വീകരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ എന്തിനെ വന്നത് എന്നാണ്. അവർക്ക് പരിചയമല്ല, അറബികൾ അങ്ങനെ ചോദിക്കാറില്ല, വെള്ളം പോലും നൽകിയില്ല. ചോദ്യങ്ങൾ അങ്ങനെ കയ്യാങ്കളിയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി പിടിച്ച് ഇളക്കുകയാണ്, അടിയിലേക്ക് എത്തുകയാണ്, മുഖത്തും പുറത്തും അടിക്കുകയാണ്. കൂടെ നിരവധി പരിഹാസങ്ങൾ ഇങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരിക്കുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ശാന്തനായി ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇരിക്കാൻ കഴിയാത്തൊരു രംഗം വന്നപ്പോ നബി അവിടുന്ന് എഴുന്നേൽക്കുന്നു. അടി തന്നെയാണ്, കല്ലേറുകളും നടക്കുന്നു. അവർ ആ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വൃദ്ധനും ഇറങ്ങി നടന്നു ഓടുകയാണ്. അവസാനം നമുക്ക് കഥ അറിയാവുന്നതുപോലെ ഒറ്റ വാക്കിൽ തോട്ടത്തിൽ ചെന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ തളർന്നു പോയിട്ടുണ്ട്. ഒരു വാറുള്ള ഒരു വള്ളി പോലുള്ള ഒരു ചെരുപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിരുന്നത്. ആ കാല് പോലും നീര് വെച്ച് ഈ വള്ളി മൂടിപ്പോയിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു കടിച്ചാണ് വലിച്ചിട്ട് ഈ ചെരുപ്പ് എടുക്കുന്നത് തന്നെ. അവിടെ നബി ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ഒരു സങ്കടം പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇലൈക അശ്കൂ ളഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അല നാസി യാ റഹ്മർ റഹീം. റഹ്മാനായ റബ്ബേ, എന്റെ ശക്തി ദുർബലമാണ്, എനിക്ക് കുതന്ത്രങ്ങൾ വളരെ കുറച്ച് അറിയൂ, ജനങ്ങളിൽ ഞാൻ നിസ്സാരനായി പോയോ? അൻത റബ്ബുൽ മുസ്തദഅഫീന വഅൻത റബ്ബി ഇലാ മൻ തകല്ലനി ഇലാ ബഈദിൻ യതജഹമുനി ഇലാ അദുബിൻ വക്കൽതഹു അംരി. അല്ലാഹുവേ, എല്ലാ മുസ്തദഅഫീങ്ങളുടെയും എല്ലാ ദുർബലരുടെയും എന്റെയും നാഥൻ നീയല്ലേ. ആരിലേക്കാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ശത്രുവിലേക്കാണോ? അങ്ങനെ കരഞ്ഞു റസൂലുള്ള പ്രാർത്ഥിക്കുക. വൈലം യകുൻ ബിക അലയ്യ ഗളബ് ഫലാ ഉബാലി. നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ കോപമില്ലെങ്കിൽ എനിക്കിത് പ്രശ്നമല്ലട്ടോ റബ്ബേ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫുകാരോട് പറഞ്ഞു, നിങ്ങള് ഇത് മക്കക്കാരോട് ഒരിക്കലും പറയല്ലേ. പക്ഷെ അവരെ ആളെ വിട്ടുകൊണ്ട് മക്കക്കാരോട് വിവരം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വൃത്യനും മക്കയിലെ അതിർത്തി എത്തുക, നാട്ടിൽ തന്നെ തിരിച്ചു പോവുക. അതിർത്തിയിൽ തടഞ്ഞു റസൂലിനെ, നാട്ടിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. സെയ്ദിനെ വിട്ട് മക്കയിൽ ചെന്ന് വല്ലവരും എനിക്ക് അഭയം തരുമോ എന്ന് ചോദിക്കുക. അങ്ങനെ മുത്തഅബ് ബിൻ അദി എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം കൊടുക്കുന്നുണ്ട്. ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു വർഷത്തോളം അഭയാർത്ഥിയായി കഴിയുക, 2 മരണങ്ങളും ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഒത്ത് വളരെ വളരെ സങ്കടത്തോടുകൂടി തളർന്നിരിക്കുന്ന ഒരു സന്ദർഭം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം മറ്റൊരു സന്ദർഭത്തിലും ഉണ്ടാവാത്ത അത്ര പ്രയാസമുണ്ടായപ്പോ അല്ലാഹു വിളിക്കാൻ ആളയക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമയെ എല്ലാ ആദരവോടും കൂടി കൂട്ടി സിദ്റത്തുൽ മുൻതഹയിലെ അല്ലാഹുവിന്റെ അർശിലേക്ക്, ഈ ഭൂമി ലോകത്തെ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്തിലൂടെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുക. ഖുർആൻ ആ രംഗം പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 2 മാസക്കാലം വഴി ദൂരം നടക്കേണ്ട അത്രയും ദൂരത്തേക്ക് ഒരു രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിച്ച റബ്ബ് സുബ്ഹാൻ സുബ്ഹാൻ. ഖുർആനിലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, ഈ കഥയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട, ഞാൻ ആ അവസ്ഥ അവിടെ നിർത്തുകയാണ് കേട്ടോ. ഖുർആനിൽ വളരെ അപൂർവ സ്ഥലങ്ങളിലാണ് ഈ സുബ്ഹാൻ എന്ന പ്രയോഗം ഉള്ളത്. ഒരിക്കലും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സുബ്ഹാൻ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്നത്. എല്ലായിട്ടും നിങ്ങൾ അങ്ങനെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കട്ടോ. സുബ്ഹാൻ എവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ പരിശോധിച്ചോളൂ. സുബ്ഹാൻ വായ നിറച്ച് പറയുന്നത് പോലെ തന്നെ ഖൽബ് നിറച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ രാപ്രയാണത്തിനാണ് നമ്മൾ ഇസ്റാ എന്ന് പറയുക. പിന്നെ അവിടെ നിന്ന് 7ാം ആകാശം വരെ വ്യത്യസ്തങ്ങളായ ആളുകളെയൊക്കെ കണ്ട അനുഭവങ്ങൾ കണ്ട് ആ ബൈത്തുൽ മഅമൂറിലേക്ക് സിദ്റത്തുൽ മുൻതഹ വരെ പോയിട്ടുള്ള ആ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുക.
അറജ യഅറുജു മിഅറാജ് എന്ന് പറഞ്ഞാൽ നടന്ന് കയറി കയറി പോവുക എന്നാണ് ഭാഷാപരമായ അർത്ഥം. ഇതെന്ന് നടന്നു എന്നതിന് ഉലമായിനിടയിൽ ഏകാഭിപ്രായമില്ല. പല ആളുകൾ പറയുന്നത് അത് റജബ് മാസം 27 ഒരു വെള്ളി രാവിലാണെന്ന് പറയുന്നുണ്ട്. റമദാൻ 27 പറയുന്നുണ്ട്. ഒരു 8-10 കൗലുണ്ടതിൽ. പക്ഷേ ഖുർആൻ ഒരു സൂറക്ക് തന്നെ പേര് കൊടുത്തിട്ട് ഇസ്രാ എന്ന പേര് കൊടുത്ത് ആ നടന്ന സംഭവങ്ങളെല്ലാം പക്കയാണ്. കാരണം വളരെ ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞു തരുന്നു. അതിന്റെ തീയതികളിൽ എന്ന് എപ്പോ എന്നുള്ളത് മാത്രമാണ് സംശയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അത്ഭുത യാത്ര ഈ മുഅജ്ജത്തിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കുന്ന മുഅജ്ജത്തിന്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുദ്റത്താണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നീട്ടി പറയാതെ അന്ന് പഠിക്കാനുള്ള, ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ ഖുതുബയിലൂടെ, ഈ നസീഹത്തിലൂടെ ഉണർത്താൻ നമുക്ക് സമയമുള്ളൂ. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അനാചാരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏതാ ഡേറ്റ് എന്നതിന്റെ കൃത്യമല്ലാത്തത് കൊണ്ട് ആ സംഭവത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന പാഠങ്ങളാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര കഴിഞ്ഞു വന്നിട്ട് പിറ്റേന്ന് ആദ്യം നബി പോകുന്നത് ഉമ്മു ഹാനി എന്ന് പറയുന്ന ഒരു അവരുടെ കുടുംബത്തിലെ സഹോദരിയുടെ അടുക്കലേക്കാണ്. ഉമ്മുഹാനി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ അവർ മുസ്ലിമത്താണ്. അബൂ ത്വാലിബിന്റെ മോളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാ. ഒരേ കുടുംബത്തിലുള്ളവരാ, വീട്ടിലുള്ളവരാ. ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായി, ഞാൻ ഇന്നലെ ഇങ്ങനെ പൊയില്ലതാൻ കണ്ടു എന്ന് പറഞ്ഞു. ഉമ്മുഹാനി, മുസ്ലിമായ ഉമ്മുഹാനി വരെ പറഞ്ഞെന്തറിയാം, റസൂലേ നിങ്ങളിത് ആരോടും പറയരുത് കേട്ടോ, കാരണം ജനം വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞു. മുസ്ലിമാണാ പറയുന്നത്. പക്ഷേ എല്ലാ യാത്രകളും കണ്ട് കാഴ്ചകളെല്ലാം പച്ചയായി പടച്ചവന്റെ അടുക്കൽ നിന്ന്, ഞാൻ പിന്നീട് പറഞ്ഞ ചില അമൂല്യമായ വിധികളുമായി വന്ന റസൂലിന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വകവെച്ചില്ല. നേരെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ അബൂജഹലും സംഘവും ഉണ്ട്. അപ്പൊ അബൂജഹൽ ഉടനെ തന്നെ ചോദിച്ചു, മുഹമ്മദേ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയത് എന്തുകൊണ്ടാ വന്നിരിക്കുന്നത്? പുതിയതുണ്ട്, ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് ഇന്നത് ഞാൻ കണ്ടു. അപ്പൊ അവര് ചോദിച്ചു, ഇന്നൊരു യാത്രാ സംഘം വരുന്നുണ്ടല്ലോ, അത് ഇന്ന സമയത്ത് ഇന്നടത്ത് എത്തിയിട്ടുണ്ട്, ഇന്നടത്ത്. എന്നാലും പരിഹസിച്ചുകൊണ്ട് അവരെല്ലാവരും ചിരിക്കാം. ഞാനിത് പരസ്യപ്പെടുത്തും, നീ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കല്, സത്യം ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. വിളിച്ചെല്ലാരും പരിഹസിച്ചു, ഒരു പരിഹാസപൂർവ്വമുള്ള അറിയിപ്പ. പക്ഷെ വിളിച്ചു വരുത്തിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പരസ്യപ്പെടുത്തി അറിയിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ പ്രതികരണം. ആദ്യ പ്രതികരണം ഉമ്മുഹാനിയുടെ, രണ്ടാമത്തത് ഇത്. മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തഇം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, നബിക്ക് അഭയം കൊടുത്ത ആള്. അയാൾ വളരെ മാന്യനായ, ഇത് മുസ്ലിം അല്ലാത്ത ഒരാളാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുമ്പോ ഇയാളുടെ 4 ആൺമക്കളെ പടയങ്കി ധരിപ്പിച്ച് കഅബാലയത്തിന്റെ അടുത്ത് നിർത്തിയിട്ട്, മുഹമ്മദിന് ഞാനാണ് സംരക്ഷണം കൊടുത്തിട്ടുള്ളത്, ആരും എതിർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയ ബഹിഷ്കരണ പത്രമുണ്ട്. അത് ഇമ്മനുഷ്യനെടുത്തിട്ടാണ് പിച്ചി ചീന്തുന്നത്. റസൂലിന് സംരക്ഷണം കൊടുത്തത് മുസ്ലിം അല്ല, അവരെ നിൽക്കരുത് എന്നിട്ട് നബി ഇത് പറഞ്ഞു കൊടുത്തു. അപ്പൊ മുസ്ലിം പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നിങ്ങളെ വിശ്വാസമൊക്കെയാണ്, പക്ഷെ ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു. നാലാമത് അബൂജഹൽ വീണ്ടും വന്ന് ചോദിക്കാം, നമുക്ക് ഈ വിവരം ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോടൊന്ന് പറഞ്ഞാലോ, അബൂബക്കറിനോട് പറഞ്ഞാലോ, കൂട്ടുകാരനല്ലേ, വിശ്വസിക്കോ നോക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അവരെത്തുന്നു. അവരിങ്ങനെ പറയാൻ തുടങ്ങാണ്. ഈ കിസ്സകൾ ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുക, ഈ പറഞ്ഞത് ഇൻ കാന ദാലിക ഫഖദ് സദ്ദഖ്തു, മുഹമ്മദാണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദാണോ നിങ്ങളോട് ഈ വാക്ക് പറഞ്ഞത്? ആ മുഹമ്മദിന്റെ വന്നു, എന്താ എനിക്കതിൽ സംശയമില്ലല്ലോ, ഇന്നി ലഉസദ്ദിഖുഹു ഫിമാ അബഅദഹു മിൻ ദാലിക, ഇതിനേക്കാളും അപ്പുറത്തുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ.
ഓരോ ദിവസവും വഹയ മുഖേന അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ സംഗതികളും വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ. അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് കണ്ടു, ഒരു സംഗതി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? ഇന്നി ലൗസഫിഖുഹു, ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അധികം പറയാൻ സമയമല്ല, വേറെ കുറെ കാര്യങ്ങൾ പറയാനും പഠിക്കാനുണ്ട്. ഞാൻ എന്തിനാ നിങ്ങളെ മുമ്പിൽ ഉണർത്തുന്നത്? 4 പ്രതികരണങ്ങൾ ഇവിടെ നമ്മളിപ്പോ കണ്ടു. ഉമ്മുഹാനിയുടെ, അബൂജഹലിന്റെ, മുത്അമിന്റെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെ ആവണം? നമ്മളൊരൊറ്റ ഭാഗത്താണ് നിൽക്കേണ്ടത്. ആ വാക്ക് മാത്രം എടുക്കുക. എന്താണെന്നറിയോ? അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്റെ അപ്പുറമില്ല. ഇന്നി ലൗസഫിഖുഹു, ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഈ വാക്കിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. വല്ലാഹു യഅസിമുക മിനന്നാസ്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലിനെ വിളിക്കാൻ പറഞ്ഞു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഒരിക്കലും നിന്റെ റബ്ബ് നിന്നെ കൈവിടില്ല കേട്ടോ, നിന്നെ അവഗണിക്കൂല കേട്ടോ. അള്ളട്ടിട്ട കൂടെ ഈ ജനങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിച്ചു കേട്ടോ. ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഈ ഈമാൻ എന്ന് പറയുന്നത് ഒരു ടേസ്റ്റാണ്, ഒരു അനുഭൂതിയാണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യണം. ഇന്റെ റബ്ബിന്റെ കൈവടില്ല, ഇന്റെ റബ്ബ് എന്നെ അവഗണിക്കൂല, ഇന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ആ അനുഭൂതി ജീവിതത്തിലുടനീളം നിലനിൽക്കാൻ പടച്ച റബ്ബ് എല്ലാ ആദരവുകളും കൊടുത്ത് സിദ്റത്തുൽ മുൻതഹയിൽ കൊണ്ടുപോയി, ബൈത്തുൽ മഅമൂറിൽ കൊണ്ടുപോയി നൽകിയ ഒരു പ്രിയപ്പെട്ട അമൂല്യമായ ഒരു സമ്മാനം കൊടുത്തുകൊണ്ടാണ് വിടുന്നത്. ആ സമ്മാനത്തെ കുറിച്ച് മാത്രം 2 വാക്ക് പറയാനേ ഇന്ന് നമുക്ക് സമയമുള്ളൂ. ബാക്കി പിന്നീട് നമുക്ക് പഠിക്കാം. അതൊക്കെ അതിനെന്തറിയാം, അങ്ങേയറ്റം സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് എല്ലാ ദുഃഖങ്ങളും അതിനപ്പുറമുള്ള ദുഃഖങ്ങളും മറക്കാൻ പറ്റുന്ന ഒരു സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തു. എന്താണത്? അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. ഒരു വാക്കിൽ നമുക്ക് അങ്ങനെ കാണാം. സ്വലാ, ഇതുവരെയുള്ള നിസ്കാരം കണ്ടത് 5 വക്തല്ല, രാവിലെ 2, വൈകുന്നേരം 2, അങ്ങനെയൊക്കെയുള്ള നിസ്കാരങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ സുന്നത്ത് ചെയ്യുന്ന സുന്നത്തായിട്ടുള്ള ഖിയാമുൽ ലൈൽ അടക്കമുണ്ടല്ലോ, അതൊക്കെ അന്ന് ഫർള് ഗണത്തിലുണ്ടായിരുന്നത്. ഇതോടുകൂടെ ഒരു സമ്മാനം കിട്ടുക, അള്ളാഹുവിനെ നേരിട്ട് കണ്ടു കിട്ടിയതും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ളൊരു കർമ്മം അത് നിർവഹിക്കലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയുസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ അങ്ങനെ 2 വാക്കുകൾ പറഞ്ഞു തരിക? നമ്മൾക്കും നമ്മളിലെല്ലാവരിലുമുള്ള നന്മ നമ്മുടെ നമസ്കാരത്തിന്റെ ഗ്രേഡ് അനുസരിച്ചായിരിക്കും വരിക. നമസ്കാരമാണ് അവിടുന്ന് അന്ന് കിട്ടുന്നത്. അത് അള്ളാനെ ഓർക്കാനാണ്, എപ്പോഴും അള്ള ഓർക്കാനാണ്. അള്ള നമ്മളെ ഓർക്കാനും നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനും. നമ്മുടെ നിസ്കാരത്തിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമ്മളുടെ ഗ്രേഡ് ഉണ്ടാവുക എന്നുള്ളത്, നമ്മിലെ നന്മയും ഉണ്ടാകുക. നമുക്കറിയാലോ, നമ്മുടെ എല്ലാവരുടെയും നിസ്കാരം ഒരുപോലെ അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഒതു ഒരുപോലെ അല്ലാന്നോ, സുജൂദും റുക്കുവും ഖിയാമും ഇഅ്തിദാലും ഒന്നും അല്ല എന്നല്ല. മറിച്ച് നമസ്കാരത്തോട് നാം കാണിക്കുന്ന ആത്മാർത്ഥത, നമസ്കാരത്തോട് നമ്മൾ കാണിക്കുന്ന ഗൗരവബോധം, നമസ്കാരത്തിന് നമ്മൾ നൽകുന്ന സമയം, അസമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്ത, അത് നിർവഹിക്കാനുള്ള ആഗ്രഹം, അത് ചെയ്താലുള്ള ആത്മസംതൃപ്തി, ഇതെല്ലാം നമ്മളൊന്ന് അടങ്ങിയിരിക്കും. ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസമല്ലേ? നമസ്കാരം നമ്മൾ അറിയണം, എത്രമാത്രം നന്നാവുമോ അത്രമാത്രം നമ്മൾ നന്നാവും. ഏത് സന്ദർഭത്തിലാണ് നമ്മളെങ്കിലും എന്റെ നമസ്കാരം എന്നൊരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, എല്ലാവരോടും ഒരു നസീഹത്തോടുകൂടി ഇത് ഉണർത്താൻ നമുക്ക് കഴിയണം. ഓതി വെച്ച ആയത്തതാ, ഈ ജന്നാത്തിൻ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇരുന്നു കൊണ്ട് യതസാഅലൂന അനിൽ മുജ്രിമീന, മുജ്രിമീങ്ങളായ ആളുകളോട് അവർ ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ. മുജ്രിം എന്നത് ഒരു ഹുതുബ തന്നെ നടത്തേണ്ടുന്ന ഒരു വാക്കാണ്. ആരാണ് മുജ്രിം എന്നത് പറയാൻ സമയമില്ല.
ഇപ്പൊ അറബിയ മാത്രമേ പറഞ്ഞു. കുറ്റവാളികൾ എന്നുള്ള അതിന് മലയാളം നമ്മൾ പറയാം. പക്ഷെ അതിന്റെ ആശയം അതല്ല, അത് വേറൊരു ഭയങ്കര അർത്ഥതലുള്ളതാണ്. ശരിക്കും ആ പദം അങ്ങനെ പഠിച്ചു നോക്കിയാൽ ഞാനും നിങ്ങളൊക്കെ ആ ഗണത്തിലാണോ എന്നുള്ളത് നമ്മൾ പേടിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരോട് ചോദിക്കാം, മാ സലക്കക്കും ഫീ സഖർ, സഖർ എന്ന നരകത്തിൽ നിങ്ങൾ എങ്ങനെ എത്തി എന്നാണ്. ഒരു മറുപടി എഴുതുന്നുണ്ടറിയോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല. പിന്നെ അതിന്റെ ഉപോൽപ്പന്നമായി കിട്ടുന്ന കുറെ എണ്ണമുണ്ട്. അത് വലം നകു നുതഅമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഹൂലു മിഅൽ ഖായിലീൻ, പിന്നെ ഞങ്ങൾ ആകെ പണി എന്താന്ന് വെച്ചാല് ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക, ഇതന്നെയായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള നിയ്യത്ത്. നമുക്ക് നാട്ടിലൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾ ഇതെങ്ങനെ ചേർക്കുന്നു ആലോചിച്ചു. നമ്മളറിയണം, നമ്മളുടെ നമസ്കാരം നല്ല നിലയിൽ ചെയ്യണമെന്ന ആഗ്രഹം നമ്മുടെ ഈമാനിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ്. 5 നേരം കൃത്യമായി നമസ്കരിക്കുക, നമസ്കാരക്കാരനാവുക എന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹത്തായ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം നിങ്ങൾക്ക് എത്ര ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നോക്കിയേ. വമൻ തറക്കഹ ഫഖദ് കഫറ, നിസ്കാരത്തിനെ ഉപേക്ഷിച്ചവൻ ആരാണ്? കഫറ, അവൻ കഫറ എന്ന വാക്ക് ഉപയോഗിച്ചു. ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പ് അതിന്റെ അറബിയൻ എടുത്ത് കാഫിർ എന്നാണ്. ഖുർആനില് അല്ലെങ്കിൽ ഹദീസില് നബിദിലൊക്കെ ഒരു തെറ്റിന്റെ കൂടെയും കഫറ എന്നൊരു വാക്ക് ചേർത്തി പറഞ്ഞത് ഇതല്ലാതെ വേറൊന്നില്ല. കേട്ടോ, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന്റെ കൂടെ മാത്രമാണ് ദീനിൽ എന്ത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നറിയോ? കഫറ എന്ന വാക്ക് ഉപയോഗിച്ചു. മറ്റൊരു തെറ്റിന്റെ കൂടെയും ഉപയോഗിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അതിന് ഭയങ്കര സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയും സഹാബത്തും അങ്ങേയറ്റം അത് നിർവഹിച്ചിരുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോട്ടെ, സമയമല്ല, ഞാൻ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒക്കെ പറഞ്ഞു വെക്കണം. എല്ലാ ടെൻഷനും നമ്മിൽ നിന്ന് മാറിക്കിട്ടും. നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടും, നമ്മുടെ മനസ്സിന് വിശാലത കിട്ടും. പ്രത്യേകിച്ച് സന്തോഷം, സമാധാനം മനസ്സിന് കിട്ടും. ഏതൊരു ശത്രുവിനെ സംബന്ധിച്ചുള്ള ഭയവും മനസ്സിൽ നിന്ന് ഇല്ലാതാവും. കാരണം കൊണ്ട് കിട്ടുന്ന നേട്ടാണ്. ഇത് ഭയങ്കര പേടിയിലാണ്. എല്ലാ പേടിയും അതോടുകൂടി മാറും. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലിനോട് ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ജനങ്ങൾ പലതും പറയുന്നത് കൊണ്ട് നിന്റെ മനസ്സ് കുടുസായി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനെ അവഗണിക്ക്. അല്ലാഹുവിനെ സ്തുതിച്ചോളെ, തസ്ബീഹ് നടത്ത്. വകും മിനസ് സാജിദീൻ, നിസ്കാരക്കാരിൽപ്പെട്ടോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ ഇന്നത്തെ കാലം ആലോചിച്ചൊക്കെ ഒരുപാട് വേണമെങ്കിൽ നമുക്ക് ഈ രംഗം പറയാം. വാക്കുകൾ കൊണ്ട് മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാൻ, അസ്വസ്ഥതപ്പെടുത്താനുള്ള എന്തെല്ലാം വഴികൾ ഉപയോഗിക്കാൻ കഴിയോ ആ വഴികളെല്ലാം എല്ലാ തരം നെറികേടുകളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു പണി കൂടെ ആൾക്കാർക്കൊക്കെ പ്രശസ്തരാവാൻ ചെയ്യുന്ന എന്തറിയാം? ഒന്നുകിൽ ഇസ്ലാമിനെ കുത്തുക, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിക്കുക. ഇതാണല്ലോ ഇതിന്റെ നാനാ തലങ്ങൾ. നിങ്ങൾ ചേർത്തി വായിച്ചോളി, ഞാൻ ബയാൻ ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, ഇവരുടെയൊക്കെ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത് എനിക്കറിയാം. ഒരു പേടിയും നബിയെ വേണ്ട. നിങ്ങൾ നിസ്കരിച്ചാൽ മതി, ബാക്കിയൊക്കെ ശരിയാവുന്ന. ഇത് ദുനിയാവാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജനനവും മരണവും നടക്കുന്ന ഇടമാണ് ഇവിടെ. ദുനിയാവ് എന്തെന്ന് പേടിക്കണ്ട, ആഖിറത്ത് എന്താവും എന്ന് മാത്രം പേടിച്ചാൽ മതി. കാരണം ദുനിയാവ് ഒന്നും ആവൂല. ആകാതിരിക്കാനുള്ള ചില ഉപകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം. അതുകൊണ്ട് എല്ലാ അമ്പിയാക്കന്മാരോടും ഖുർആൻ സൂചിപ്പിച്ചത് ഈ വാക്കാണ്. നമസ്കാരം നിലനിർത്തുന്ന ഇബ്രാഹിം നബിയുടെ ഖുർആൻ ഉണ്ടല്ലോ, അലൈഹിസ്സലാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയത്തി. അർത്ഥം ഞാൻ പറയണ്ടല്ലോ, എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. മൂസാ നബിന്റെ കയ്യില് നുബുവത്ത് കൊടുത്തിട്ട് ആദ്യം ഖുർആൻ പറഞ്ഞറിയോ, അഖ്മിസ്സലാത്ത ലിദിക്രി ഇന്ന
പിന്നെ ഓർക്കാൻ നിസ്കാരം നിലനിർത്തണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ എന്താ പറഞ്ഞറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അതിൽ സ്ഥിര പ്രതിഷ്ഠ നേടണമെന്നാണ്, സ്ഥിരനിഷ്ഠനാവണം നിങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തു. ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ആ തൊട്ടിയിൽ വെച്ച് പറഞ്ഞ വാക്കാണ്, വഅൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് എന്ത് വേണമെന്നറിയോ? ഇതുകൊണ്ട് കൽപ്പിച്ച നിസ്കാരം കൊണ്ട് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധികളിലും നമ്മുടെ രക്ഷയ്ക്ക് നമസ്കാരം മാത്രമാണ്. അറിയാത്തതല്ല ഈ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇരുന്ന ഇരിപ്പിൽ നമ്മളെ കയ്യെ ഒരു ആലങ്കാരികമായി ഇങ്ങനെ വലതുഭാഗത്ത് ഇങ്ങനെ വെക്കുക. ഇവിടെ ഹൃദയ മനസ്സ്, ചില ആരോഗ്യശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയണത് മനസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ ഇത് ഹൃദയത്തിന്റെ ഭാഗത്തല്ല. ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാനും എന്റെ ജീവിതത്തിൽ എന്റെ നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ്? എന്തൊക്കെ അതുകൊണ്ടുള്ള കിട്ടുന്ന നേട്ടം എന്നറിയാമോ? എല്ലാ നേട്ടങ്ങളും പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇൻശിറാഹു സദ്ർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന്റെ വിശാലത, മനസ്സിന്റെ ശാന്തത. എന്തെല്ലാം ജീവിതത്തിൽ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും, വീടുണ്ട്, വാഹനമുണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും നമ്മുടെ നെഞ്ചിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു ചെറിയ ടെൻഷൻ കൊണ്ട് നടക്കണില്ല. നമ്മളെ ഇരുന്ന ടെൻഷനായി, നടന്ന ടെൻഷനായി, അവിടെ ചെന്ന് ഇരുന്നാലായി, ഓഫീസിൽ ഇരുന്നാലായി, ജോലി ചെയ്യാനായി. എന്താ ഇതിന്റെ കാരണം? തുമഅനീനത്തുൻ കിട്ടണോ, മനസ്സിന്റെ ശാന്തത കിട്ടണോ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലിയാഉൻ ഫിൽ വജ്ഹി, മുഖത്ത് നോക്കിയാൽ ഒരു പ്രസന്നത തോന്നും. അങ്ങനെയുണ്ട്. ഈ നമസ്കാരം വളരെ കൃത്യമുള്ള ഒരാളുണ്ടല്ലോ, അയാളുടെ മുഖത്തിനൊരു തെളിമുണ്ടാവും. തെളിമയോടുകൂടിയാണ് മറ്റുള്ളവർ ആ മുഖത്തേക്ക് നോക്കുക. ഞാൻ അതിന് ബയാൻ ചെയ്യുന്നില്ല. ബുദ്ധിയിൽ എപ്പോഴൊരു തെളിച്ചം, ഒരു വെളിച്ചം, ഒരു കൂർമ്മത, ഒരു നിർമ്മലത ആ ബുദ്ധിയിലുണ്ടാവും. ആ ശരീരത്തിന് എപ്പോഴും ബലമുണ്ടാവും. ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകളും അത് മുഖേന നിലനിർത്താൻ കഴിയും. ബർക്കത്തും ഫിൽ ഉംരി, നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവും. മഅ്ഫിറത്തുൽ ലിദംബി ലിദുനൂബി, എല്ലാ പാപങ്ങളും അതുകൊണ്ട് പൊറുക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ ദിവസവും അല്ലാഹുവുമായി നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു മുനാജാത്ത്, ഒരു സ്വകാര്യ സംഭാഷണം, പടച്ചോനോട് വർത്തമാനം പറയാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണത്. അല്ലേ? എങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതൊന്നും കൂടുതൽ പറയേണ്ട ആ സംഗതി ഉണ്ടാവില്ല. നമ്മുടെ നമസ്കാരം നമുക്ക് സന്തോഷപൂർവ്വം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനാവുന്നുണ്ടോ? ഏറ്റവും സന്തോഷം നമസ്കരിക്കുമ്പോഴും ആ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴുമാണോ? റബ്ബ് തന്ന സർവരോഗ സംഹാരിയായ, അല്ലെ, അതാണല്ലോ സർവരോഗ സംഹാരിയാണ് നിസ്കാരം എന്ന് പറഞ്ഞാല്. ആ നിസ്കാരത്തിന് നമ്മൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ ദീൻ എന്താണോ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള നിസ്കാരം മാത്രമേ ഇന്ത്യയുടെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് നമസ്കാരത്തിന് നമ്മൾ നൽകുന്ന സ്ഥാനം എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും വിഷമുണ്ടായ സമയത്ത് ആ വിഷമങ്ങൾ മാറ്റാൻ നേരെ കൊണ്ടുപോയിട്ട് ഏറ്റവും അമൂല്യമായ ഒരു നിധി കയ്യിൽ കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നതാണിത്. ഇന്നത്തെ സുബഹി വരെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏത് കൂട്ടത്തിലായി എണ്ണുണ്ട്, അല്ലേ? ഞാൻ ഒരു നസീഹത്തോടു കൂടി തന്നെയാണ് സഹോദരങ്ങളെ പറയണത്. ഇരുന്നിടത്തോളൊന്നും നമ്മളാരും ഇരിക്കൂല. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, നമ്മളൊക്കെ എല്ലാവരും മറക്കും, ആർക്കും ആരും ഒന്നും വേണ്ടിവരില്ല. നമുക്ക് സ്വസ്ഥായിട്ട് കിടക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? നമ്മുടെ റബ്ബിനെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? അത് നഷ്ടപ്പെടുത്തുന്ന വേളയിലാണ് അള്ളാഹ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ എന്നുകൂടി മനസ്സിനോട് ചോദിക്കുക. ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം ജീവിതത്തിൽ വരുത്തുക. എപ്പോഴും ഒരുക്കമുണ്ടാവുക.
അതിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഒരു പാരന്റ് കൊളോക്കിയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പരിപാടിയുണ്ട്. ഈ പ്രിയദർശിനി ഹാളിലാണ്. ആ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയാണ് നമുക്കൊരു ക്രിയാത്മകമായി കൊണ്ടുപോകാൻ കഴിയുക, അതിലൊരു പിതാവ്, രക്ഷിതാക്കള്, മാതാക്കൾ എന്ന നിലയിൽ നമുക്ക് വഹിക്കാനുള്ള പങ്ക് എങ്ങനെയാണ് എന്നത് ഏറ്റവും കൃത്യമായൊരു പഠനമാണത്. വളരെ അത്യാവശ്യമാണത്. ബയാൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം സഹോദരങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുക്കാനും ശ്രമിക്കണം. അന്ന് രാത്രി തന്നെ, ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം, നമുക്ക് ഇസ്സത്ത് എന്ന ഒരു പേരിൽ അന്നൊരു പഠന സെഷനും കൂടിയുണ്ട്. അതിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. രണ്ടാമത്, നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു മഗ്‌ഫിറത്തും മർഹമത്തും നൽകുകയും അവരുടെ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ശത്രുക്കള് മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞെന്തറിയോ? നബിന്റെ കാലത്ത് അവർ പറഞ്ഞൊരു വാക്ക്, നമുക്ക് മുസ്ലിമീങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കാം. അപ്പൊ അവർ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിസ്കാരത്തിന് കയ്യെത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ആക്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഭയപ്പാടുകൾ ഉണ്ടാകുന്ന സമയത്ത്, യുദ്ധത്തിന്റെ സമയത്തുള്ള നിസ്കാരത്തിന്റെ നിയമങ്ങളൊക്കെ വരുന്നത് എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞത് എന്തറിയാം, നമ്മൾ മാദിയായി മൈനവിയായിട്ട് ഒരുങ്ങണം. നിസ്കാരത്തിന് ആശയപരമായും ഭൗതികമായിട്ട് ഒരുങ്ങണം. ഞാൻ വേഗത്തിൽ എണ്ണി പറഞ്ഞുതരാം. ഭൗതികമായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്തറിയോ, നമ്മൾ ഉള്ളു ശരിയാക്കി ചെയ്യുക, പല്ല് വയ്ക്കുക, പിന്നെ ശരിയായി പ്രാർത്ഥന നടത്തുക, പള്ളിയിലേക്കും പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ദിക്ർ ചൊല്ലുക, നേരത്തിന് വരിക, സമാധാനത്തോടെ 1ാമത്തെ സഫിലിരിക്കുക, ഇമാമിന്റെ അടുത്തിരിക്കുക, നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും സുന്നത്ത് നിസ്കരിക്കുക. എന്തൊക്കെ ഭൗതികപരമായ ഒരുക്കങ്ങളാണ്. മാനവീയായിട്ടൊരു ഒരുക്കുണ്ട്. ആശയപരെങ്ങനെ അറിയോ, അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നൊരു വിചാരം ഉണ്ടാവുക. ഓരോ പറയുന്ന വാക്കുകൾ ആലോചിച്ച് പറയുക. ഉത്തരം കിട്ടുമെന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി തന്നെ അള്ളാനോട് പ്രാർത്ഥിക്കുക, ഭംഗിയായി നിർവഹിക്കുക. അങ്ങനെ ഒരു റക്അത്ത് നന്നായാൽ തന്നെ ആ നിസ്കാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഇങ്ങനെ നന്നായി വരും. അതുകൊണ്ട് നമ്മൾ സമയം കാണണം, നമ്മുടെ അമലുകൾ നമ്മൾ ശരിയാക്കിയെടുക്കണം, കുടുംബാന്തരീക്ഷം ശരിയാക്കണം. എപ്പോഴും അള്ളാനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇന്റെ നിസ്കാരത്തെ ഒരു വക്ത് പോലും തെറ്റിക്കരുത്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ അങ്ങനത്തെ ഒരു നെയ്യത്തോടു കൂടി തന്നെ നമ്മൾ ഇറങ്ങണം. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ അല്ലെ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അതിനെ എല്ലാ ഓരോ ആരാധനാ കർമ്മങ്ങളെയും ഗൗരവത്തോടുകൂടി കാണാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുവരെ നാം നമസ്കരിച്ചതിനേക്കാളും ഭക്തിപൂർവമായി ഏകാഗ്രതയോടുകൂടെ സ്വീകാര്യപ്രദമായി നമസ്കാരം നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ തൗഫീക്ക് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഒക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പേക്ക് തരുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, ഉമ്മത്തിനെ, രാജ്യത്തെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا
ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سلام على المرسلين والحمد لله رب العالمين.